നമ്മുടെയൊക്കെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന, ആശങ്കയിലാഴ്ത്തുന്ന വൈവിധ്യമാർന്ന വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന നിലയിലായിരുന്നു. പലപ്പോഴും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നിലയിലേക്കുള്ള വാർത്തകൾ, വിവരങ്ങൾ, നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന നിലയിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നിലയുറപ്പിക്കുക, തെറ്റുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ അവസാനത്തെ മനുഷ്യരെയും ശരിയുടെ പാതയിൽ അണിനിരത്തുക എന്ന ഉത്തരവാദിത്വം ഈ നാടിനാകെ ഉണ്ട് എന്നതാണ് ഡിവൈഎഫ്ഐയുടെ ബോധ്യം. ഈ ദിവസങ്ങളിൽ അതിശക്തമായ ആക്ഷനുകൾ കേരളത്തിലെ നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഹരി മാഫിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ഓരോ ദിവസത്തെയും റെയ്ഡുകളുടെ, അറസ്റ്റുകളുടെ, പിടിച്ചെടുക്കപ്പെട്ട ലഹരി പദാർത്ഥങ്ങളുടെ ക്വാണ്ടിറ്റി സംബന്ധിച്ചൊക്കെയുള്ള കണക്കുകൾ പുറത്തേക്ക് വരും. ലഹരി എന്ന് പറയുമ്പോൾ പലഘട്ടത്തിലും നാടിനാകെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ സുലഭമായി ആളുകളിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് ലഭ്യമാകുന്നതിന്റെ വിവരങ്ങൾ നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ഇത് കേവലം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല. ലോകത്താകെ, ലോകരാജ്യങ്ങളാകെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഒന്ന് ഏത് എന്ന് ചോദിച്ചാൽ അനിയന്ത്രിതമായ സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഒഴുക്കാണ് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. ഈ ദിവസങ്ങളിൽ നമ്മുടെ നാടിനകത്ത് നടത്തിയ പരിശോധന, ജാഗ്രതയോടുകൂടി സർക്കാർ സംവിധാനങ്ങൾ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന നിലയുണ്ടായി. നമ്മുടെ നാട്ടിലെ ആളുകൾ പലരും ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന നിലയുണ്ടായി. കേരളത്തിലെ അന്വേഷണ സംവിധാനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് 2 ദിവസം മുൻപ് കേരളത്തിൽ നിന്നുള്ള അന്വേഷണ ഏജൻസികൾ പഞ്ചാബിലെത്തി അവിടെ നിന്നും പിടിച്ച 2 കുറ്റവാളികൾ ഇന്ത്യയിലേക്ക് ലഹരി എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കണ്ണികൾ എന്ന് പറഞ്ഞു വെക്കപ്പെടുന്ന 2 ആളുകളെയാണ് 2 ദിവസം മുൻപ് പഞ്ചാബിൽ പോയി കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന നിലയുണ്ടായിരുന്നു. അതിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബാംഗ്ലൂരിലെത്തി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന് സുപ്രധാന കണ്ണികളായി പ്രവർത്തിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുൻപിലെത്തിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും.